പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് സെക്ഷൽ ഇന്റർകോഴ്സ് അത് എങ്ങനെയാണ്? അത് സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആകാം, ഒരു പ്രശ്നവുമില്ല. അത് പക്ഷേ ഗർഭിണിയുടെ സൗകര്യവും നോക്കണം, കംഫർട്ടും നോക്കണം. ഇപ്പോൾ ഗർഭിണിക്ക് ആദ്യത്തെ 3 മാസങ്ങളിൽ ഭയങ്കര ഛർദിലാണ്, അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള മടുപ്പ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഗർഭിണിയുടെ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അത് വരുന്നത്. അത് ഭർത്താവ് അത് മനസ്സിലാക്കി വേണം. അല്ല, രണ്ടുപേർക്കും സെക്ഷൽ റിലേഷൻ ആകാമെന്ന് തോന്നുന്നെങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ട് ഒരു കുഴപ്പവുമില്ല, അത് സെക്ഷൽ റിലേഷൻസ് ആകാം. പിന്നെ ഈ നമ്മൾ സെക്ഷൽ റിലേഷൻ പാടില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് 2 അബോർഷൻ വന്ന ലേഡിയാണ്, അവർ വീണ്ടും പ്രഗ്നൻ്റായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഈ ബീജത്തിനകത്ത് അതിനകത്ത് പ്രോസ്റ്റഗ്ലാൻഡിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കുറച്ച് യൂട്രസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനമാണ്, മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പറയും 2 അബോർഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറയും. അതുപോലെ സ്കാൻ ചെയ്ത് ആദ്യത്തെ 3 മാസത്തിൽ ബ്ലീഡിങ് വന്നു, അപ്പോൾ മറുപിള്ള താഴെയാണെന്ന് കണ്ടു. അപ്പോൾ അങ്ങനെ കണ്ടാലും നമ്മൾ പറയും സെക്ഷൽ റിലേഷൻസ് വേണ്ട. ഈ 2ാം ഘട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 2ാം ഘട്ടവും ശാരീരികമായി അവർക്ക് വലിയ സെക്ഷൽ റിലേഷൻസിന് വലിയ പ്രതിബന്ധമൊന്നും കാണത്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് പ്ലസൻറ്റ പ്രീവിയ, അതായത് മറുപിള്ള മുകളിലിരിക്കുന്നതിന് പകരം താഴെ വന്ന് ഗർഭപാത്രത്തിൻ്റെ മുഖത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ സെക്ഷൽ റിലേഷൻ അവർക്ക് പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സെക്ഷൽ റിലേഷൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ട് ചിലപ്പോൾ മറുപിള്ള ഒന്ന് അനങ്ങി ഇളകിയെന്ന് വരും, അപ്പോൾ അത് ബ്ലീഡിങ് വന്നു എന്നിരിക്കും.